കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഹിന്ദി ക്ലാസ് ആണ്. അപ്പോൾ ഹിന്ദിയിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സിനെ കുറിച്ചും കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകളെ കുറിച്ചും അത് ചേർത്ത് എങ്ങനെ സംസാരിക്കാം എന്നതിനെക്കുറിച്ചുമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം ആദ്യമേ പഠിപ്പിക്കാൻ പോകുന്നത് ആപ്പിൾ എന്താണെന്നാണ്. ആപ്പിളിൻ്റെ ഹിന്ദി വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിനെ പറയുന്നത് ഹിന്ദിയിൽ സേബ് എന്നാണ്. അതുപോലെ മുന്തിരിക്ക് പറയുന്നത് അങ്കൂർ എന്നാണ്, അങ്കൂർ. പഴത്തിന് പറയുന്നത് കേല എന്നാണ്, കേല. അതുപോലെ ചക്കക്ക് പറയുന്നത് കട്ടൽ എന്നാണ്, കട്ടൽ എന്നാണ്. മാങ്ങയ്ക്ക് പറയുന്നത് ആമെന്നാണ്, ആമ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാഹചര്യത്തിലൊക്കെ പറയേണ്ടി വരും. അതിനാണ് ഞാൻ അങ്ങനെ പഠിപ്പിച്ചു തന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരനോട് പറയുകയാണ് മുझे ആപ്പിൾ ചായേ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയണം, മുझे സേബ് ചായേ, മുझे സേബ് ചായേ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയാണ് വേണ്ടെങ്കിൽ മുझे ആം ചായേ, മുझे ആം ചായേ എന്ന് പറയാം. അല്ലെങ്കിൽ അങ്കൂറാണെങ്കിൽ മുझे അങ്കൂർ ചായേ, मैं अंगूर खाना बहुत पसंद करता हूँ इसलिए मुझे अंगूर ചായ എന്ന് പറയാം. എനിക്ക് മുന്തിരി കഴിക്കാൻ കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് മുന്തിരി വേണമെന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മുझे കേല ചായേ, കേല ചായേ, മുझे കേല ചായേ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പഴം വേണമെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് പഴം തരും. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ പറയാൻ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പാല് വേണം കുടിക്കാൻ, അതിന് പറയുന്നത് മുझे ദൂധ് ചായേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചായ വേണമെന്നാണെങ്കിൽ മുझे ചായ് ചായേ. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ പാനിയാണ്, വെള്ളമാണ് വേണ്ടെങ്കിൽ പാനി ചായ എന്ന് പറയാം. ഇനിയിപ്പം ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന കുറച്ച് വാക്കുകൾ അല്ലാത്തത് പഠിപ്പിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മകളുടെ അടുത്ത് പറയാണ് അടുക്കളയിൽ പോയിട്ട് മീനും പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കാൻ പറയുകയാണ്. അപ്പോൾ ഇതെങ്ങനെ പറയും? ബേട്ടി തും രസോയി മേ ജാക്കർ സബ്ജി ഓർ മച്ഛലി കാട്ട്കർ വഹാ പേ രഖ് ദോ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നീ പോയി പച്ചക്കറിയും മീനും അരിഞ്ഞ് അവിടെ വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകനോട് പറയാണ് ബേട്ടാ തും ജാക്കർ റൂം മേ ജാക്കർ ടി വി കാ സ്വിച്ച് ഓഫ് കറോ എന്ന് പറഞ്ഞാൽ മോനെ നീ റൂമിൽ പോയിട്ട് ടി വിയുടെ സ്വിച്ച് ഓഫ് ചെയ്യ് എന്നാണ്. അപ്പം മകന് മനസ്സിലാകാൻ പോയിട്ട് ടി വിയുടെ സ്വിച്ച് ഓഫാക്കും. അത് പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലിക്കാരനോട് പറയുവാണ് രാമു തും ഉദർ ജാക്കർ കുത്തേക്കോ നഹാവോ, കുത്തേക്കോ നഹാവോ എന്ന് പറഞ്ഞാൽ പോയിട്ട് പട്ടിയെ കുളിപ്പിക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിക്കാരൻ ഹിന്ദിക്കാരനാണെങ്കിൽ അവന് മനസ്സിലാവും പട്ടിയെ കുളിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പോയിട്ട് പട്ടിയെ കുളിപ്പിക്കും. അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു ബസ്സിൽ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പ്രായമുള്ളൊരു അപ്പൂപ്പൻ വന്നിട്ട് ചോദിക്കുകയാണ് മോനെ നീ ഒന്ന് എഴുന്നേൽക്കുവോ, എനിക്കിവിടെ ഇരിക്കണം, എനിക്ക് കാല് വയ്യാത്ത ആളാണ്. അപ്പോൾ അയാൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. अरे बेटा तुम ये सीट से उठकर थोड़ी देर खड़ा हो सकता है क्या, मुझे यहाँ पे बैठना है, मेरे पैरों में दर्द है എന്ന് വെച്ചാൽ മോനെ നീ ഈ സീറ്റിൽ നിന്നൊന്ന് എഴുന്നേക്കോ, എനിക്ക് കാലിലൊരു വേദനയുണ്ട്, അതുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ എന്ന് ചോദിക്കുമോ. അപ്പം നിങ്ങൾക്ക് പറയാം अरे दादाजी ज़रूर मैं खड़े हो जाऊँगा, मैं यहाँ पे खड़े हो जाऊँगा, आप यहाँ पे बैठ जाओ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്നോളാം, നീ ഇവിടെ ഇരുന്നോ എന്നാണ്. ഖടേ ഹോ ജാവോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്നോളാം. ആപ്പേ ബൈറ്റ് ജാവോ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഇരുന്നോ എന്നാണ്. ठीक है दादाजी मैं खड़े हो जाऊँगा तुम ആപ്പേ ബൈറ്റ് ജാവോ എന്ന് പറയാം. അതുപോലെ നിങ്ങളിപ്പം ഒരു കൂട്ടുകാരനടുത്ത് പറയുകയാണ് മഴ പെയ്യാൻ പോവുകയാണ്, നീ കുട കൊണ്ടുവെക്കോ, അത് എങ്ങനെ പറയും ഹിന്ദിയിലെന്ന് പറയാം. अरे भाई तुम छतरी लेकर जाओ, बारिश होने वाला है, तुम भीग जाएगा, इसलिए तुम छतरी अपने पास रखो എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സഹോദര നിങ്ങൾ ഈ കുട കൊണ്ടുവെക്കോ, മഴ പെയ്യാൻ പോവുകയാണ്, നല്ല മഴ വരും, അതുകൊണ്ട് ഈ കുട കൊണ്ടുവെക്കോ, നിങ്ങളുടെ കയ്യിൽ ഈ കുട ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം. അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന കാര്യമാണ് നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ സ്ഥിരം നിങ്ങൾക്ക് വഴിയിൽ വെച്ച് ഓരോ ആൾക്കാരെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ ആൾക്കാർ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് പറയുകയാണ്
നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഒരു ഹിന്ദിക്കാരനാണെങ്കിൽ അയാൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഏറ്റവും നല്ല സ്ഥലം ഈ ആലപ്പുഴയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം എവിടെയാണെന്ന്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഹിന്ദി ചോദിക്കുന്നതെന്ന് പറയാം. ആലപ്പുഴ മേ ബഹുത് അച്ഛാ ജഹാ കഹാ പേ ഹൈ ഭയ്യ എന്ന് ചോദിക്കും. കഹാ പേ ആലപ്പുഴ മേ ദേഖ്നെ കെ ലിയെ ബഹുത് അച്ഛാ ജഹാ കഹാ പേ ഹൈ എന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലെ ഏറ്റവും നല്ല സ്ഥലം എവിടെയാണ് കാണാൻ പറ്റിയെന്ന് ആണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ആലപ്പുഴ മേ ബീച്ച് और ലൈറ്റ് ഹൗസ് देखने के लिए बहुत अच्छा है ഭയ്യ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ ഏറ്റവും നല്ലത് ബീച്ചും ലൈറ്റ് ഹൗസും ആണ് എന്ന് നിങ്ങൾക്ക് പറയാം. അതുപോലെ നിങ്ങൾക്കിപ്പം ഒരു മകൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ മകൻ്റെ അടുത്ത് പറയുകയാണ് പൈസ അനാവശ്യമായിട്ട് ചിലവാക്കരുത് നീ. ഇപ്പം അമ്മക്കോ അച്ഛനാണേലും പറയാം. ഇപ്പം അമ്മയാണിത് പറയാമെങ്കിൽ അമ്മ ആയിട്ട് പറയാം, അല്ലെങ്കിൽ അച്ഛനാണ് പറയുന്നതെങ്കിൽ അച്ഛനാണെങ്കിലും ഹിന്ദി പറയണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മോനെ നീ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കരുത്. ഇപ്പം നിനക്ക് ബാങ്കിലൊക്കെ പൈസ സേവ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് പൈസ നീ കയ്യിൽ കുടുക്കയിലിട്ട് സേവ് ചെയ്ത് വെക്കണം. അതെങ്ങനെ പറയുമെന്ന് ഞാൻ പറയാം. അരേ ബേട്ടാ പൈസ अपने पास रखना, बैंक में चाहे तो अपने बैंक में एक अकाउंट बनाकर अपने कमाई और अपना पैसा बैंक में रखना बेटा, नहीं तो आप तुम एक गुल्लक के अंदर पैसा डालकर रखना, संभाल के रखना पैसा को, कभी ऐसे खर्च मत करना എന്നാണ്. അതെന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ നീ കുടുക്കയിലിട്ട് വെക്കുക അല്ലെങ്കിൽ ബാങ്കിലിട്ട് വെക്കുകയോ ചെയ്യണം പൈസ, അല്ലാതെ നീ അനാവശ്യമായിട്ട് അത് ചിലവാക്കി തീർക്കരുത്. ഖർച്ച് മത് കർണ എന്ന് പറഞ്ഞാൽ നീ അത് ചിലവാക്കരുതെന്നാണ്. ബാങ്ക് മേ രക്ന ഡാൽന എന്ന് പറഞ്ഞാൽ ബാങ്കിലിടുക എന്നാണ്. ബാങ്കിലിടണം പൈസ, അല്ലെങ്കിൽ ഗുല്ലക്ക് അന്തർ ഡാൽന, ഗുല്ലക്ക് എന്ന് പറഞ്ഞാൽ കുടുക്കയുടെ ഉള്ളിലിടണം എന്നാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, साहब जी मुझे काम में रख सकता है क्या, मैं बहुत साल मुंबई में काम किया है, मेरे को 3 साल मुंबई में काम करने का तजुर्बा है എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 3 വർഷം മുംബൈയിൽ ജോലി ചെയ്ത പരിചയമുണ്ട്, അതുകൊണ്ട് എന്നെ ഈ ജോലി എനിക്ക് ഈ ജോലി തന്നെ എന്നാണ് എൻ്റെ അടുത്ത് അയാൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം ജോലിക്ക് എടുക്കാം അല്ലെങ്കിൽ എടുക്കത്തില്ലെന്ന് പറയാം. അപ്പോൾ അതെങ്ങനെ പറയുമെന്ന് ഞാൻ പറയാം. तुमने 3 साल मुंबई में काम करने का तजुर्बा है, मैंने तुम्हारा फाइल्स देखा, बहुत अच्छा मार्क और बहुत अच्छा ग्रेड तुम्हें मिला है, इसीलिए तुम्हें ज़रूर अपने काम में रखूँगा എന്ന് പറയാം. അല്ലെങ്കിൽ तुम्हारा सर्टिफिकेट देखकर मुझे अच्छा नहीं लगा, तुम्हें मार्क बहुत कम है, इसीलिए तुम्हें ये काम पे नहीं रखूँगा അങ്ങനെ ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജോലി ചെയ്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നിനക്ക് സർട്ടിഫിക്കറ്റിൽ നല്ല മാർക്ക് ഉള്ളത് കൊണ്ട് നിന്നെ ഈ ജോലിക്ക് വെക്കാമെന്നാണ് ആദ്യമേ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് നിന്നെ ഈ ജോലിക്ക് വെക്കാനൊക്കത്തില്ല, കാരണം നിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് മാർക്ക് കുറവാണ്, അതൊക്കെ കൊണ്ട് എനിക്ക് ജോലിക്ക് വെക്കാൻ താല്പര്യമില്ലെന്നാണ് രണ്ടാമത് പറഞ്ഞത്. അപ്പോൾ ഓരോ തരത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പറയാം. അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ ഇനി കുറേ കൂടുതൽ വാക്കുകൾ നിങ്ങളെ പഠിപ്പിക്കാം. അപ്പം വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിतना भी तूफान आया है मगर मुझे गिरा नहीं सकता कोई, कितना भी तूफान आ जाए मुझे कोई गिरा नहीं सकता എന്ന് പറഞ്ഞാൽ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും എന്നെ ആർക്കും താഴെ വീഴ്ത്താൻ സാധിക്കത്തില്ലെന്നാണ്. हम खड़े रहेंगे यहाँ पर, कोई मुझे यहाँ से नीचे नहीं गिरा सकता എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ എന്നെ മറിച്ചിടാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ്. അപ്പോൾ നിങ്ങളിലൊരു വിശ്വാസം വേണം, നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റും, നിങ്ങളെ ആർക്കും താഴെ ഇടാൻ സാധിക്കത്തില്ലെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തളർത്താനോ നിങ്ങളെ താഴെ ഇടാനോ ആർക്കും സാധിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഹിന്ദി ക്ലാസ്സിൽ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലേ നിങ്ങളുടെ യൂട്യൂബ് ഫീഡിലോട്ട് അവർ നിങ്ങൾക്ക് ഇത് അയച്ച് വീഡിയോ ഇടുമ്പോഴേ അത് തരത്തുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഇടുമ്പോഴേ വീഡിയോ കാണാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ടാറ്റ.